ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഏകദേശം ഒരു 310 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ചാനലിൽ പുതിയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ടുള്ളൊരു സിനിമയാണ് കേരള സ്റ്റോറി. അപ്പോൾ കേരള സ്റ്റോറി ആദ്യ ഭാഗം ഞാൻ തിയേറ്ററിൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പൊതുവേ ഞാൻ അങ്ങനെ ഇങ്ങനത്തെ സിനിമകളൊന്നും തിയേറ്ററിൽ പോയി കാണുന്ന ആളല്ല. തിയേറ്റർ എക്സ്പീരിയൻസ് എടുക്കുന്ന പടങ്ങൾ മാത്രമേ ഞാൻ തിയേറ്ററിൽ ഓപ്റ്റ് ചെയ്യാറുള്ളൂ, അല്ലാതെ ഞാൻ OTT കാണുന്ന ആളാണ്. പക്ഷേ ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നുണ്ടായ വിവാദങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്ത് തേങ്ങയാണ് ഈ സിനിമയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞാനിത് പോയി കണ്ടത്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് ഹൈ പ്രൊപ്പഗണ്ട പടം, ഒരു സ്റ്റേറ്റിനെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പടമായിരുന്നു കേരള സ്റ്റോറി 1. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ അതിൻ്റെ ഒരു അന്നത്തെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ ഈ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ കേരള സ്റ്റോറി 2 അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ദുർഭാഗ്യവശാൽ പറയട്ടെ, ഞാൻ ഈ വർഷം എനിക്ക് കുറേ തിരക്കും ഇതൊക്കെ ഉള്ള കാരണം ഞാൻ അധികം നല്ല ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല. എൻ്റെ കഷ്ടകാലത്തിന് ഈ വർഷം ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ കാണുന്ന സിനിമ ഇതായിപ്പോയി. മാർച്ചിൽ ഞാൻ ജനുവരിയിൽ ഫെബ്രുവരിലൊന്നും തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ കഷ്ടകാലത്തിന് ഈ പടമാണ് ഞാൻ പോയി കണ്ടത്, ഫസ്റ്റ് പോയി കണ്ട പടം. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം എനിക്കുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കേരള സ്റ്റോറി 1 എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, കേരളത്തിന് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ എഫക്റ്റ് ചെയ്തെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഞാൻ കേരളത്തിന് പുറത്ത് പഠിക്കാൻ വന്നപ്പോഴാണ്. കാരണം ഞാനിപ്പോൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ഞാൻ കേരളത്തിന് പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് സെമസ്റ്ററിലുണ്ടായൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി, ആ കുട്ടി ഇങ്ങനെ നോർമലി ചോദിക്കുകയാണ്, അതായത് ഈ കേരള സ്റ്റോറി എന്നൊക്കെ സംഭവം ശരിക്കും ഉള്ളതാണോ? അതായത് ആ കുട്ടിക്ക് ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ സൈഡോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടല്ല. ആ കുട്ടിക്ക് ജനറലായിട്ടൊരു ചോദ്യമാണ്. ആ കുട്ടി ഇങ്ങനെ ചോദിക്കുകയാണ്, അതായത് ഇങ്ങനെയൊക്കെ സംഭവം കേൾക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഉള്ളതാണോ? അങ്ങനെയുള്ളൊരു കുട്ടിക്ക് പോലും ഒരു സംശയം വരാവുന്ന രീതിയിലാണ് കേരള സ്റ്റോറി 1 അവർ മാർക്കറ്റ് ചെയ്യുകയും പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തത്. ഇന്ത്യക്ക് പുറത്തുള്ള പഠിക്കുന്ന ആൾക്കാരോ ജോലി ചെയ്യുന്ന ആൾക്കാരോ പലർക്കും ഇപ്പോൾ എന്നെപ്പോലത്തെ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം കേരളത്തിൽ ഞാൻ ഈ സിനിമ അന്ന് കാണുന്നത് ഞാൻ കേരളത്തിലുള്ളപ്പോഴാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചു, കാരണം ഇതിങ്ങനെയല്ല നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഇത് എങ്ങനെയാണ് ബാക്കിയുള്ള ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്നത്? കാരണം ഇത് വേറെ സ്റ്റേറ്റിലുള്ള ആൾക്കാർ കാണുമ്പോൾ എങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്, ഇതിങ്ങനെയാണ്, ഈ നാട് ഇങ്ങനെയാണ്, ഇവരിങ്ങനത്തെ രീതിയിലാണ് ഇതിനെ ചെയ്യുന്നത്, ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവിടെ വേറൊരു റിലീജിയനുള്ള ആൾ ഒരു ഇഷ്ടത്തിലായിട്ടുണ്ടെങ്കിൽ പരിപാടികൾ പോകുന്നത് ഇങ്ങനെയാണ്, വേറെ രീതിയിലേക്കാണ് പോകുന്നുള്ള രീതിയിലാണ് ഒരു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ ഈ സിനിമ ആ സിനിമയുടെ എന്താ പറയുക, അത് ഇൻഫ്ലുവൻസ് ചെയ്ത സംഭവമാണ് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഈ ഫസ്റ്റ് പാർട്ടിനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് തമ്മിലുള്ളൊരു വ്യത്യാസം കൂടിയും പറയാം. ഈ 2 സിനിമയ്ക്കും ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് കേരള സ്റ്റോറി എന്നുള്ള, കേരളത്തിൻ്റെ സ്റ്റോറി എന്നുള്ള രീതിയിലാണ് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. വേണമെങ്കിൽ പറയാം കേരള സ്റ്റോറി 1 3 ക്യാരക്ടേഴ്സും കേരളത്തിൽ നിന്നായിരുന്നെങ്കിലും ആ മേക്കേഴ്സിന് പറയാം. കാരണം ക്യാരക്ടേഴ്സ് മൊത്തം കേരളത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ കേരളത്തിൽ നടന്ന കഥകളെ ആണ് ഇവർ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള പേരിൽ വേണമെങ്കിൽ ആ സിനിമയ്ക്ക് കേരള സ്റ്റോറി എന്നുള്ള രീതിയിൽ ഓക്കെ എന്നെങ്കിലും വിചാരിക്കാം. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ കേരള സ്റ്റോറി 2 എന്ന ആ ഒരു സിനിമയ്ക്ക് കേരള സ്റ്റോറി എന്നുള്ള ടൈറ്റിൽ ഇടാനായിട്ട് യാതൊരു തരത്തിലുള്ള ഇതുമില്ല. കാരണം ഒന്നാമത് ഫസ്റ്റ് പാർട്ടിൻ്റെ കണ്ടിന്യൂഷൻ അല്ല ഇത് വേറെ കേസസും പരിപാടിയൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിൽ കേരളത്തിൽ നടക്കുന്ന കഥ മാത്രമല്ല കാണിക്കുന്നത്, ഈ രാജ്യത്തുള്ള പല ഭാഗങ്ങളിൽ നടക്കുന്ന ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് കേരള സ്റ്റോറി 2. അങ്ങനെയുള്ളൊരു സിനിമ എങ്ങനെയാണ് ആ സിനിമയ്ക്ക് കേരള സ്റ്റോറി എന്ന് പേരിടണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടല്ല ഇത് കാണിക്കുന്നത്, നമ്മളുടെ ഇന്ത്യയിൽ നടക്കുന്ന, വേണമെങ്കിൽ ഇവർക്ക് ഇന്ത്യ സ്റ്റോറി എന്ന് പറഞ്ഞിടാം. പക്ഷേ അങ്ങനെ ഇടാനുള്ള ധൈര്യം ഇതിൻ്റെ മേക്കേഴ്സിനില്ല. അപ്പോൾ ഒരു സ്റ്റേറ്റിനെ വീണ്ടും ടാർഗറ്റ് ചെയ്യുക, അതേ സംഭവത്തിൽ ഫസ്റ്റ് പാർട്ട് എങ്ങനെ ചെയ്തു അതേ സംഭവം തന്നെ, ക്യാരക്ടേഴ്സും സിറ്റുവേഷനും മാത്രം മാറിയിട്ടുള്ളൂ. പിന്നെ കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഞാനൊരു സംഭവം പറയാം. നിങ്ങളിപ്പോൾ ഈ ഒരു സിനിമ കാണാമെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ ഉദ്ദേശിച്ചത് നോർമൽ ഓഡിയൻസ് അല്ല. അതായത് ഇപ്പോൾ യാതൊരു തരത്തിലും ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്തൊരു മനുഷ്യൻ, അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്തൊരു മനുഷ്യൻ ഈ ഒരു സിനിമ കാണാമെന്ന് വിചാരിക്കും. ചുമ്മാ ഈ സിനിമ പോയി കാണാമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ വിശ്വസിച്ചു പോകും. കാരണം അത്രക്കും ഹെവി ഇമോഷണലായ രീതിയിലാണ് ഈ സിനിമയുടെ നറേഷൻ പോകുന്നത്. ഉദാഹരണത്തിന് ആ ഒരു സിനിമയുടെ റൈറ്റിങ്ങിൻ്റെ ഒപ്പം വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും എഡിറ്റിങ്ങും, അതായത് ഒരു മേക്കേഴ്സ് അവർ പറയാൻ ശ്രമിക്കുന്ന കഥനെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നല്ല രീതിക്ക് യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ സൈഡുകളാണ് ഇതൊക്കെ. പക്ഷേ ഇവരത് യൂസ് ചെയ്തിരിക്കേണ്ട വേറെ രീതിക്കാണ്. പക്ഷേ ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു നറേഷൻ സ്റ്റൈല് വീണ് പോകുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ഒരു ഓഡിയൻസ് ഈ സിനിമ കാണുകയാണെങ്കിൽ
സത്യം പറഞ്ഞാൽ കരഞ്ഞോ, നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കരഞ്ഞോ, അങ്ങനത്തെ ഇമോഷണൽ സൈഡിലാണ് സിനിമ കാണിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിനെക്കാളും ഭയങ്കര ഇമോഷണലായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണെന്നുള്ള സംഭവം നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. എനിക്ക് പിന്നെ ഏറ്റവും ചിരിപ്പിച്ചൊരു സംഭവമുണ്ട്. അതായത് ഞാൻ ഈ ചാനലിൽ ഒരു തരത്തിലോ ഒരു സിനിമയെ കുറിച്ചൊരു സ്പോയിലർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ഒരു നല്ലൊരു സിനിമ അല്ലെങ്കിൽ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ കൺസിഡർ പോലും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് ഈ സിനിമയിലൊരു സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അതായത് ഇതിന് ട്രെയിലർ വന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടംപോലെ ആൾക്കാർ മലയാളികളെല്ലാവരും ട്രോൾ ചെയ്തൊരു സിറ്റുവേഷനാണ്. ബീഫുമായി ബന്ധപ്പെട്ടൊരു സംഭവം വന്നല്ലോ ഇതിൽ. അതായത് ഞാൻ ബീഫ് കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി അത് തട്ടിക്കളയുന്നൊരു സംഭവം. അപ്പോൾ ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ, അതായത് ഇതിനു മുമ്പും കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് കഴിഞ്ഞ് ഈ കുട്ടി ബീഫ് ഇങ്ങനെ കൊടുത്ത് തീറ്റിപ്പിക്കുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ട ആരെങ്കിലും ബീഫ് കഴിക്കാന്നുള്ളൊക്കെയുള്ള വേറെ സംഭവം മലയാളികൾ. കാരണം അതിൽ കാണിക്കുന്ന ആ ഒരു പെൺകുട്ടി മലയാളിയായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു കുട്ടി മാത്രം അതിൽ മലയാളി എന്നുള്ള രീതിയിൽ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ വേറെ സ്റ്റേറ്റിൽ നടക്കുന്ന കഥകളാണ്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ലാസ്റ്റ് ബീഫ് ഇങ്ങനെ നിർബന്ധിച്ച് വായിൽ തിരികെ കയറ്റി കഴിച്ച്, ഇതിൻ്റെ വിഷമത്തിൽ ഈ കുട്ടി എന്താ ചെയ്യണമെന്നറിയോ? സൂയിസൈഡ് ചെയ്യണം. അതായത് ഒരു ഫുഡ് കഴിച്ചതിൻ്റെ പേരിൽ, അതായത് ഇനി ഞാൻ എന്തിനു ജീവിക്കുന്നു അങ്ങനെയുള്ള രീതിയിലൊക്കെ. സത്യം പറഞ്ഞാൽ കളിയാക്കുകയാണ് ഇവർ ഒരു സ്റ്റേറ്റിലെ ആൾക്കാരെ. നമ്മളാരെങ്കിലും ഇങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും ചെയ്യൂ? സത്യമായിട്ടും നിങ്ങളിത് OTT വരുമ്പോൾ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോ. അതായത് ഒരു ഫുഡ് കഴിച്ചതിൻ്റെ പേരിൽ മനംനൊന്തിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രക്കും മണ്ടന്മാരാണോ ഞങ്ങളുടെ സ്റ്റേറ്റിലുള്ള ആൾക്കാർ? അല്ല, അങ്ങനത്തെ രീതിയിലാണ് ഇവർ മനസ്സിലാക്കിയിരിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഒന്നാമത് നമ്മളെ സ്റ്റേറ്റിൽ ഇത് കഴിക്കുന്ന ആൾക്കാരും കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഇങ്ങനത്തെ രീതിയിലൊന്നുള്ളതിൽ കാണിക്കുക. ഇവരിതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാൻ പാടില്ല നമ്മളെ സ്റ്റേറ്റിനെ കുറിച്ചിട്ട്. ചുമ്മാ എന്തുകൊണ്ടൊക്കെ കേട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വായിച്ചെന്താണ്ടൊക്കെ വെച്ചിട്ട് എക്സാജറേറ്റ് ചെയ്തൊരു സംഭവം ചെയ്ത് വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ വാങ്ങാൻ കണ്ട ചിരി വരും. ഇതൊക്കെ ഇമോഷണൽ സംഭവമാണ്. കാരണം ഒരാളൊരു സിനിമയിൽ മരിക്കണ സംഭവം വരുമ്പോൾ ആർക്കും ചിരിക്കാൻ തോന്നില്ല. പക്ഷേ ഈ ഒരു സിനിമ എന്നെ അങ്ങനെ ഒരു സാഡിസ്റ്റ് മെൻറ്റാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇങ്ങനത്തെ സംഭവത്തിൽ ആരും ഇങ്ങനെ ചിരിക്കൂല. പക്ഷെ സത്യം പറഞ്ഞെങ്കിൽ ചിരി വന്നു. കാരണം അതിൻ്റെ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതാണ് കേരള സ്റ്റോറി 2ൻ്റെ അവസ്ഥ മക്കളെ. കാരണം കേരള സ്റ്റോറി 1-നേക്കാളും ഭയങ്കര ഇമോഷണൽ സൈഡ്, ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള പടമാണ് കേരള സ്റ്റോറി 2. പിന്നെ ഭയങ്കര സംഭവമായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഒരു സിനിമനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുള്ളതിൻ്റെ എനിക്ക് തോന്നിയൊരു എക്സാമ്പിളാണ് ഞാൻ പറയാം. കാരണം ഭയങ്കര ഇമോഷണലായുള്ള രീതിയിലാണ് ഇതിൻ്റെ അതൊക്കെ പോകുന്നത്. പിന്നെ നല്ലതെന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ളത്, ഇതിൽ 2-3 പാട്ടുകളുണ്ട് നല്ല രീതിയിൽ കമ്പോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ. അതായത് ഇത് ഈ ഒരു സിനിമയല്ല, പിന്നെ ഈ കഥയെ ബാധിക്കുന്ന തരത്തിലുള്ള പാട്ടുകളും അല്ല ഇതൊന്നും. അതുകൊണ്ട് തന്നെ നല്ല രസമുള്ള പാട്ടുകളാണ്, 2-3 പാട്ടുകളുണ്ട്. അത് മാത്രമാണ് എനിക്ക് ഈ ഒരു സിനിമയിൽ നല്ല ഒരു സംഭവം തോന്നിയിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൽബമൊക്കെ റിലീസ് ചെയ്തോന്ന് എനിക്ക് അറിയില്ല, വേണമെങ്കിൽ കേട്ടു നോക്കാം. അതല്ലാതെ ഈ സിനിമയിൽ ഒന്നുമില്ല മക്കളെ. ചുമ്മാ ഒരു സ്റ്റേറ്റിനെ തല്ലിപ്പൊളിക്കാണ്ടാക്കിയൊരു പടം. ഫസ്റ്റ് പാർട്ട് എങ്ങനെയാണോ അതേപോലെ തന്നെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യാരക്ടേഴ്സ് മാറിയിട്ടുണ്ട്, കഥാസന്ദർഭങ്ങൾ മാറിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പ്ലെയിൻ സ്റ്റോറി തന്നെ കേരള സ്റ്റോറി 2. ഇനി കേരള സ്റ്റോറി 3 വരുമായിരിക്കും. വേറെ ഒരു സ്റ്റേറ്റിലും കുറച്ച് പറയാനില്ലല്ലോ, വെറുതെ ഓരോന്ന് തള്ളി ഉണ്ടാക്കുന്ന സംഭവം. നമ്മളെ സ്റ്റേറ്റിൽ എവിടെയെങ്കിലും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? അത് തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഇന്ത്യയിൽ പല ഭാഗങ്ങളും നടന്ന സംഭവം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൽ ക്ലൈമാക്സിൽ വേറൊരു സംഭവമുണ്ട്. അതായത് നിങ്ങൾക്കറിയാവുന്ന സംഭവമായിരിക്കാം, ഈ ബുൾഡോസർ രാജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് ചില സ്റ്റേറ്റുകളിലെ ചില സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. അതായത് ഇടിച്ച് പൊളിച്ച് തകർക്കുക എന്നുള്ള രീതിയിലാണ്. ആ ഒരു സംഭവമില്ലേ, അതിൽ നിന്ന് എടുത്തിട്ട് ഈ സിനിമയിൽ അപ്ലൈ ചെയ്തൊരു രീതിയുണ്ട്. അത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അത് ഓഡിയൻസിനെ സംബന്ധിച്ചിരിക്കും. എനിക്ക് ചിരിയാവുന്ന ആ സംഭവം കണ്ടിട്ട്. ഇപ്പോൾ ഇത് കാണുകയാണെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പുളകം കൊണ്ട് നിൽക്കുന്ന ഓഡിയൻസ് ഉണ്ടാവുമായിരിക്കാം. എനിക്കങ്ങനെ പറ്റുമൊന്നുമില്ല. കാരണം ഇതങ്ങനത്തെ രീതിയിലുള്ള പടമാണ്. പിന്നെ ഞാനെങ്ങനെ ചെയ്യാതിരിക്കും? അപ്പോൾ കേരള സ്റ്റോറി 2 ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ OTT വന്നിട്ടുണ്ടെങ്കിൽ മലയാളികൾ മൊത്തം കാണിക്കാൻ പോണ പരിപാടി എന്തായിരിക്കും? ഇപ്പം തന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വന്നിട്ടില്ല. കാരണം ഇത്ര ഞാൻ പറഞ്ഞില്ല, ഇമോഷണലായി ഇങ്ങനത്തെ ഒരു സിനിമ കൊല്ലും. റിവ്യൂ ചെയ്ത് റോസ്റ്റ് ചെയ്ത എന്താ പറയുക, ആ സിനിമനെ അങ്ങനെ നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആൾക്കാർ ചെയ്യുന്നു. കാരണം കേരള സ്റ്റോറി ഫസ്റ്റ് പാർട്ട് വന്നപ്പോഴുണ്ടായ സംഭവം. സെക്കൻഡ് പാർട്ടിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ മലയാളികളെ മൊത്തം റിയാക്ഷൻസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് ജസ്റ്റ്
ട്രെയിലറാണ്. അത് സിനിമ എന്താണെന്ന് നമുക്കൊരു ട്രെയിലറിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഈ സിനിമയുടെ ഐഡിയോളജി എന്താണെന്ന് അറിയാവുന്ന ആൾക്കാർക്ക് ട്രെയിലർ തന്നെ ധാരാളമാണ്. ഞാൻ പിന്നെ സിനിമ കണ്ടതിന് ശേഷം പറയാമെന്ന് വിചാരിച്ചു. കാരണം ഒരു സാധനം കാണാതെ അതിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. ഇപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സും പിന്നെ കസിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഈ പടം പോയി കണ്ടത്? വേറൊന്നുമല്ല, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എന്താണ് ഈ സിനിമയിൽ പറയുന്നത്, ഫസ്റ്റ് പാർട്ടുമായി ബന്ധപ്പെട്ട സംഭവം തന്നെയാണോ, എന്ത് തേങ്ങയാണ് പറയുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത്രേ ഉള്ളൂ മക്കളെ, ഒരു കാര്യമില്ല. ഇപ്പോൾ ഞാൻ പോയി കണ്ടത് തന്നെ പോയി. ഇനി നിങ്ങളായിട്ട് കാണാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. വെറുതെ ഒരു അൽക്കുലത്തെ പടം ഉണ്ടാക്കി വെച്ചിരിക്കണം. അതാണ് കേരള സ്റ്റോറി 2. ഇനി 3ഉം 4ഒക്കെ വരുമായിരിക്കും. അതങ്ങനെ തന്നെ തള്ളിക്കളയാം. ഇതിലേറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തിലെ ഓഡിയൻസ് അങ്ങനെ തന്നെ തള്ളിക്കളഞ്ഞില്ല. കാരണം ഇത് റിലീസായി അത്യാവശ്യം സ്ക്രീനുകൾക്ക് റിലീസുണ്ടായി. 10-35 സ്ക്രീനുകൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായി. പക്ഷേ എനിക്ക് തോന്നുന്നു 2-3 സ്ക്രീനിലൊക്കെ ഇതിൽ പടം ഓടിയിട്ടുള്ളൂ. കാരണം മിനിമം 10 പേരെങ്കിലും ഇല്ലാണ്ട് ഷോ നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ സംഭവമാണ് കേരളത്തിലുണ്ടായിരുന്നത്. ഞാനിത് കണ്ടത് കേരളത്തിൽ നിന്നല്ല, ഞാൻ കണ്ടത് കേരളത്തിന് പുറത്തുനിന്നാണ്. പിന്നെ വേറൊരു സംഭവം കൂടി ഞാൻ പറയാതെ എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. കാരണം കേരള സ്റ്റോറി 1 കണ്ടപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ സാധാരണ സിനിമകളൊക്കെ കാണാൻ പോകുമ്പോൾ ഫസ്റ്റ് ഡേ കാണാൻ പോവുകയാണെങ്കിൽ എൻ്റെ ഒരു കൂടെ ഉണ്ടാകുന്ന ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിരിക്കും. കാരണം ഒന്നാമത് ഫസ്റ്റ് ഡേ ഒന്നും യങ്സ്റ്റേഴ്സ് അല്ലാണ്ട് ആരും അങ്ങനെ വരില്ലല്ലോ. ഈ ഇത്രയും രാവിലെ തന്നെ സിനിമ കാണാൻ ആരും വരില്ലല്ലോ. പക്ഷേ കേരള സ്റ്റോറി ഫസ്റ്റ് കാണാനായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 45-50 ഏജിന് മേലുള്ള അച്ഛനമ്മമാരായിരുന്നു എൻ്റെ ഒപ്പം കേരള സ്റ്റോറി 1 കാണാനുണ്ടായിരുന്നത്. ഞാൻ അന്നത് ശോഭ സിറ്റി മാളിൽ പോയിട്ടാണ് ഈ പടം കാണുന്നത്. അന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ ആദ്യമായിട്ടൊരു സിനിമ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടിയൊക്കെ കാണാം. കാരണം തിയേറ്ററിൻ്റെ ഉള്ളിൽ പോലീസായിരുന്നു, എന്തെങ്കിലും പ്രൊട്ടസ്റ്റും പരിപാടിയൊക്കെ ഉണ്ടാവുകയെന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു കേരള സ്റ്റോറി 1. അപ്പോൾ 2ൻ്റെ കാര്യം ഞാൻ പറയാം. ഞാനിത് ഫസ്റ്റിൽ കണ്ടത് കേരളത്തിലെ ഓഡിയൻസിൻ്റെ മാത്രം ഒപ്പമായിരുന്നു, മലയാളികളുടെ ഒപ്പം. സെക്കൻഡ് ഞാൻ കണ്ടത് കേരളത്തിന് പുറത്താണല്ലോ. ഞാൻ അവിടെ വന്ന ഓഡിയൻസിനെ ശ്രദ്ധിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാനല്ലാതെ ഒരു 3-4 പേരെന്തോ സൗത്ത് ഇന്ത്യൻ എന്നുള്ള രീതിയിലെങ്കിലുള്ള ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും നോർത്തുകാരാണ്. ഏകദേശം ഒരു 50-60 പേര്, ഹൗസ്ഫുള്ളൊന്നും ആയിരുന്നില്ല, ഒരു 50-60 പേരൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമ കാണാൻ. ഇതിൽ പല സിറ്റുവേഷനും വരുമ്പോൾ എന്താ പറയുക, കരച്ചിൽ, ആർപ്പുവിളി, കൊല്ലടാ തല്ലടാ, ഇങ്ങനെയൊക്കെ ഒരു വിചിത്ര ഓഡിയൻസ് ഇത് കാണാൻ വന്ന എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഓഡിയൻസ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളത് കേരളത്തിൽ നിൽക്കുമ്പോൾ അത് മനസ്സിലാവില്ല. ഞാനിത് അന്ന് കേരള സ്റ്റോറി ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അന്ന് തന്നെ മനസ്സിലായതാണ്. പക്ഷേ വേറെ തരത്തിലേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കേരളത്തിന് പുറത്ത് പോയാലേ മനസ്സിലാവുള്ളൂ. കേരളത്തിന് അകത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതാണ് കേരള സ്റ്റോറി 2. ഒരു തേങ്ങയില്ല, ചുമ്മാ ഒരു 2-3 മണിക്കൂർ ഒരു വേസ്റ്റ് സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. OTT പോലും ഇത് ആരും എടുക്കുന്നൊന്നുമില്ല. C5 തന്നെ കേരള സ്റ്റോറി 1 ഏറ്റവും ലാസ്റ്റ് എന്തോ കൊടുത്തതാണ്. അവർക്ക് ഏറ്റവും ചെറിയ ബിഡർ അങ്ങനെ എന്തോ കൊടുത്ത പടമായത്. കാരണം കേരള സ്റ്റോറി 1 തിയേറ്ററിൽ മറ്റേ ബോക്സ് ഓഫീസ് കളക്ഷൻ ഭയങ്കര സംഭവമൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം അത് കാണാനും ഓഡിയൻസ് ഉണ്ടായിരുന്നില്ല, നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിയില്ലെങ്കിലും. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പക്ഷേ OTTക്ക് നല്ല സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഒന്നും ഇത് എടുത്തില്ല. നെറ്റ്ഫ്ലിക്സ് എടുത്തില്ല, പ്രൈം എടുത്തില്ല, തന്നെ എങ്ങനെ എടുത്തതെന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് ഒരു എത്രയോ നാൾ കഴിഞ്ഞിട്ടാണെന്ന് അറിയാം തിയേറ്റർ റിലീസ് കഴിഞ്ഞിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നല്ല, OTT പെട്ടെന്ന് തന്നെ വരുന്നതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ തിയേറ്ററിൽ കൊമേഴ്ഷ്യലി ഹിറ്റായ പടങ്ങളൊക്കെ OTTയിലേക്ക് നല്ല സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ പെട്ടെന്ന് വരുന്നതാണ്. പക്ഷേ ഇതൊക്കെ അന്ന് റിലീസായിട്ട് എത്ര മാസം കഴിഞ്ഞിട്ടാണെന്ന് അറിയാം എൻ്റെ OTT എങ്കിലും ഒരു ടീം വാങ്ങിച്ചത്. തെക്കമ്പാട്ടിൻ്റെ അവസ്ഥ എന്തായെന്ന് കണ്ടറിയാം. അത് ഇതുവരെ ആരും വാങ്ങിച്ചിട്ടൊന്നുമില്ല, റൈറ്റ്സോ ഒന്നും. എന്താണെങ്കിലും അങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ നന്നായിരിക്കും. മലയാളികളെ മൊത്തം അവസ്ഥ റിയാക്ട് ചെയ്തും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് കേരള സ്റ്റോറി 2.